2070 ഇന്ത്യ കാർബൺ ന്യൂട്രൽ ആവും എന്നൊരു 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിലിൽ തുടങ്ങി. അതുപോലെ രാജ്യത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഒരു മേഖല പോലും വിട്ടുപോവാതെ എല്ലാ മേഖലകളുടെയും വികസന കടം മേടിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ കടമാണ്. ഈ പറഞ്ഞ 56 മിനിറ്റ് ദൈർഘ്യമുള്ള 2024 എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 കേന്ദ്ര ബജറ്റാണ്. 2024 ഫെബ്രുവരി 1 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ 2024 കേന്ദ്ര ബജറ്റ്, കേന്ദ്ര ഇടക്കാല ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ബജറ്റിനെ കുറിച്ച് ഒരു PSC ആസ്പിരന്റ് എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് കാണുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, എൻട്രിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ എന്താ പഠിക്കുന്നത്? 2024 കേന്ദ്ര ഇടക്കാല ബജറ്റ്. ഓക്കെ, ശരി, നോക്കിക്കോളൂ. 2024 ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു അല്ലേ. എന്താണ് ഇടക്കാല ബജറ്റ്? നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ അല്ലല്ലോ പഠിച്ചിട്ടുള്ളത്. ഇടക്കാല ബജറ്റ് എന്ന് കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ പഠിച്ചില്ല അല്ലേ. ഇപ്പൊ ദാ പറയുന്നു ഇടക്കാല ബജറ്റ്. എന്താണ് ഇടക്കാല ബജറ്റ് എന്നപ്പോൾ നമ്മൾ ആദ്യം അറിയണോ അല്ലേ. ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ. ഇന്ററിം ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? An interim budget is presented by the government in the parliament if it does not have the time to present a full budget. ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, or if the general elections are around the corner. ഓക്കെ, അത് ശരിയാണ് അല്ലേ. എലക്ഷൻ ആവാനായിട്ടുണ്ട്. അപ്പം എലക്ഷൻ ആവുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് കേന്ദ്രം എന്ത് ചെയ്യുന്നത്? ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഇടക്കാല ബജറ്റാണ് 2024 അവതരിപ്പിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നമ്മൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സാധാരണ ബജറ്റിന് പകരം അല്ലെങ്കിൽ സമ്പൂർണ്ണ ബജറ്റിന് പകരം എന്താണ്? ഇടക്കാല ബജറ്റാണ് ഇവിടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ 2024-25 സാമ്പത്തിക വർഷം എന്നാണ് പറഞ്ഞത്, ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ എന്നാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏപ്രിൽ 1 അല്ലേ. ഏപ്രിൽ 1 നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വരെയാണ്? മാർച്ച് 31 വരെ. മാർച്ച് 31 വരെ. ഓക്കെ, അപ്പൊ ശരി, ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നതാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിലിൽ തുടങ്ങി ആദ്യത്തെ 4 മാസം ഈ 2024 ഇടക്കാല ബജറ്റ് സാധുവാണ്. അതിന് വാലിഡിറ്റി ഉണ്ട്, വാലിഡ് ആണ്. അത് കഴിഞ്ഞിട്ടോ? അപ്പൊ ഈ 4 മാസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? സമ്പൂർണ്ണ ബജറ്റ് 2024 ജൂലൈയിൽ പുതിയ ഭരണം വരുമ്പോൾ, പുതിയ ഗവൺമെന്റ് വരുന്ന സമയത്ത് അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ 2024 ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനുള്ള കാരണം നിങ്ങൾക്ക് ക്ലിയർ ആണ്. എലക്ഷൻ ആയതുകൊണ്ടാണ്. 2024 ലോക്സഭാ എലക്ഷൻ ഏപ്രിലൊക്കെ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. ആദ്യത്തെ 4 മാസം ഈ പറഞ്ഞ ഇടക്കാല ബജറ്റ് വാലിഡ് ആയിരിക്കും. അതിനുശേഷം 2024 ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചോളും, പുതിയ ഗവൺമെന്റ് അവതരിപ്പിക്കും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? എന്ന് നമുക്ക് ബാക്കിയിലോട്ട് പോവാം. ആരാണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു? നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അപ്പൊ നിർമ്മല സീതാരാമന് കുറെ വിശേഷണങ്ങളുണ്ട് അല്ലേ. അതെന്താണെന്ന് നമ്മൾ നോക്കുവാണ്. ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് സീതാരാമൻ. 6ാമത് ബജറ്റാണ് അവതരിപ്പിച്ചത്. അപ്പൊ മുന്നേ അവതരിപ്പിച്ച 5 സമ്പൂർണ്ണ ബജറ്റ് ആയിരുന്നു. ഈ 6ാമത് ബജറ്റ് ഇടക്കാല ബജറ്റ് അല്ലേ. അപ്പൊ 5 സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിച്ചു, ഒരു ഇടക്കാല ബജറ്റുമാണ് ആര് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ. ഓക്കെ, 56 മിനിറ്റ് ദൈർഘ്യമുള്ളതായിരുന്നു ഈ വർഷത്തെ ബജറ്റ് അവതരണം. എത്ര മിനിറ്റ്? 56 മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്നു. ശരി, അപ്പൊ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത
ധനമന്ത്രി എന്നല്ല, വനിത. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന് നോക്കുകയാണെങ്കിൽ അത് സി ഡി ദേശ്മുഖാണ്. ഓക്കെ, ശരി. ഇവിടെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? ഇത് അടുത്ത വേറെ ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായി എന്നുള്ളതല്ല ചോദിച്ചത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത, അതും വനിതയാണ്. അല്ലെങ്കിൽ ധനമന്ത്രി എന്ന് പറഞ്ഞാൽ അതാരാ? മൊറാർജി ദേശായി ആണ്. 10 തവണ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ശരി, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. ഓക്കെ, ശരി. അപ്പം ഈ പറഞ്ഞ 56 മിനിറ്റ് ദൈർഘ്യമുള്ള 2024 ഇടക്കാല ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച എന്നായിരുന്നു? അത് 2020 ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ. 2 മണിക്കൂർ 42 മിനിറ്റ് ദൈർഘ്യമുള്ള ബജറ്റ് വരെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 56 മിനിറ്റ്. 1 മണിക്കൂർ തികച്ചില്ലായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് 2024 കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നത്? 2024 കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, വികസിത് ഭാരത് ബൈ 2047. വികസിത് ഭാരത് ബൈ 2047, 2047 കൂടി വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക. അപ്പൊ ഇതാണ് നമ്മൾ 2024 കേന്ദ്ര ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2047 കൂടെ വികസിത ഭാരതം അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ബജറ്റിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ശരി. വികസിത് ഭാരത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് വികസിത് ഭാരത്? വികസിത് ഭാരത് ഈസ് ദാറ്റ് ഓഫ് എ പ്രോസ്പെറസ് ഭാരത്. പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ലേ? നോക്കിക്കോ, ഇൻ ഹാർമണി വിത്ത് നേച്ചർ, വിത്ത് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ സിറ്റിസൺസ് ആൻഡ് ഓൾ റീജിയൻസ് to reach their potential. ഓക്കെ, അപ്പൊ നോക്കിക്കോ, എന്താണ് വികസിത് ഭാരത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മേഖലകളിലും അതുപോലെ എല്ലാ പൗരന്മാർക്കും അവസരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട്, അതുപോലെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ, അതുപോലെ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിച്ചേർന്നുകൊണ്ടൊക്കെയുള്ള ഒരു വികസന തന്ത്രത്തെയാണ് ഇവിടെ വികസിത് ഭാരത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രോസ്പെറസ് ഭാരത്, എങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന്, അവിടെ നമ്മുടെ സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, 2070 കൂടി കാർബൺ ന്യൂട്രൽ ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, പുത്തൻ സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ പുത്തൻ സാങ്കേതിക വിദ്യ എന്നല്ല, പുത്തൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ നമ്മൾ ഹൈടെക് ആവുക എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ സിറ്റിസൺസ് ആൻഡ് ഓൾ റീജിയൻസ്, എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അവിടെ ഒരു ജോഗ്രഫിക്കൽ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ടേം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എല്ലാ പൗരന്മാരെയും, സോഷ്യൽ ഇൻക്ലൂസിവിറ്റി, എല്ലാ മേഖലകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. വികസിത് ഭാരത് ബൈ 2047. ഓക്കെ, ഇനി ബാക്കി നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ ഡെവലപ്മെന്റ് മന്ത്ര എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ അല്ലെ, സബ്കാ സാത്ത് സബ്കാ വികാസ്. അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ട്രിനിറ്റി ഓഫ് ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി ബാക്ക്ഡ് ബൈ സബ്കാ പ്രയാസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒന്നായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഉദ്ദേശിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെവലപ്മെന്റ് മന്ത്ര എന്ന് പറയുന്നത്. എല്ലാവരുടെയും എല്ലാ മേഖലകളുടെയും വികസനം, സമഗ്രമായ വികസനം, അതുപോലെ രാജ്യത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഒരു മേഖല പോലും വിട്ടുപോവാതെ എല്ലാ മേഖലകളുടെയും വികസനമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഡെവലപ്ഡ് ഇന്ത്യ അറ്റ് 2047, 2047 ആവുമ്പോഴേക്കും ഒരു ഡെവലപ്ഡ് ഇന്ത്യ ആണ് നമ്മുടെ വിഷൻ. 2047 കൂടി വികസിത ഭാരതം, വികസിത ഇന്ത്യ എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ടാണ് നമ്മൾ മുന്നേറുന്നത്. ഓക്കെ, എന്നാണ് 2024 കേന്ദ്ര ബജറ്റിൽ പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിക്കോളൂ, കർത്തവ്യകാൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ 2024 ബജറ്റുമായിട്ട്
ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കർത്തവ്യകാലം എന്ന് പറഞ്ഞാല്? വരുന്ന 25 വർഷത്തെ 2024 മുതലുള്ള വരുന്ന 25 വർഷത്തെയാണ് കർത്തവ്യകാലം എന്ന് പറയുന്നത്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അമൃതകാലം എന്നുള്ളത് കർത്തവ്യകാലം എന്നാകണം. അമൃതകാലം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? 2023 ബജറ്റ് അമൃതകാലത്തെ ആദ്യത്തെ ബജറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PC അത് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, ഇവിടെ പറയുന്നത് കർത്തവ്യകാലാകണം, അമൃതകാലല്ല. പകരം എന്താവണം? അവിടുന്ന് അമൃതകാലിൽ നിന്ന് കർത്തവ്യകാലിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ കർത്തവ്യങ്ങൾ, കൂടുതൽ ഡ്യൂട്ടീസ് രാജ്യത്തിന് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരി, വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അമൃതകാൽ കർത്തവ്യകാലാകണമെന്ന് ധനമന്ത്രി പറഞ്ഞു. 2024 മുതലുള്ള വരുന്ന 25 വർഷത്തെയാണ്. ഒരു 23 വർഷം ആകുമ്പോൾ തന്നെ 2047 ആവുമല്ലേ? അതും കഴിഞ്ഞിട്ട് ആ ഒരു 25 വർഷക്കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർത്തവ്യകാൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഈ 2024 കേന്ദ്ര ബജറ്റിലൂടെ രാജ്യം ഊന്നൽ നൽകുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നോക്കോ, ദരിദ്രർ എന്ന് പറഞ്ഞാൽ ഗരീബ് എന്ന് പറഞ്ഞാല് ഗരീബി ഹഠാവോ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇന്ദിരാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട്? അപ്പൊ ഗരീബ് എന്ന് പറഞ്ഞാൽ ദരിദ്രർ, അതുപോലെ മഹിളായേം, വനിതകൾ, അതുപോലെ യുവാക്കൾ. ഓക്കെ, അടുത്ത എന്താണ്? അന്നദാത എന്ന് പറഞ്ഞ ഫാമേഴ്സ്. ഓക്കെ, അപ്പൊ ശരി, ദരിദ്രർ, വനിതകൾ, യുവാക്കൾ, കർഷകർ, ഈ 4 വിഭാഗങ്ങൾക്കാണ് രാജ്യം ഊന്നൽ നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ശരി, ദരിദ്രർ, വനിതകൾ. ഈ ദരിദ്രർ എന്ന് പറയുമ്പം അവിടെ ടാക്ലിംഗ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പോവർട്ടിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കുവാണ്. ഒരാളുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അയാൾ പാവപ്പെട്ടവൻ. അത് മാത്രമല്ല പോവർട്ടി അല്ലേ? അയാൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അതും അല്ല പോവർട്ടി. പിന്നെന്താണ്? മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല, അയാളുടെ മക്കളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അയാൾക്ക് ഒരു എന്താണ് അന്തസ്സോടുകൂടി ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം പോവർട്ടിയാണ്. അപ്പൊ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 2024 കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. അപ്പം പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക് ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇനി നമ്മൾ പറയും കേട്ടോ. ഓക്കെ, ശരി. അതുപോലെ യുവത്വത്തെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്നദാത, കർഷകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെയാണ് 2024 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി, മനസ്സിലായി. അടുത്ത് നോക്കാം. ഈ ബജറ്റിൽ നമ്മുടെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ, ബജറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മളിങ്ങനെ കണ്ണും ഉപയോഗിച്ച് കാത്തിരിക്കുമല്ലോ. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നികുതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഇതുവരെ നികുതി അടച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, നിങ്ങൾ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല സന്തോഷമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും നോക്കിയിരിക്കേണ്ട, നികുതിയിൽ ഒരു മാറ്റവും ഇല്ല, നോ ചേഞ്ച് എന്ന് പറഞ്ഞു. ഇവിടെ നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ല, പുതിയതായിട്ട് നികുതി നിർദ്ദേശങ്ങൾ ഇല്ല, അല്ലെങ്കിൽ നികുതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല, അതുപോലെ നിലനിർത്തി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പം പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ല ഇവിടെ. പിന്നെ അടുത്തത്, ധനക്കമ്മി 5.1% കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ധനക്കമ്മി, നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.1% കുറയ്ക്കും എന്നാണ് ആര് പറഞ്ഞത്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു എന്നല്ല, നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്താണ്? ധനക്കമ്മി 5.1% കുറയ്ക്കും. അപ്പൊ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഇനി 35 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ 35 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അടുത്ത് ജനസംഖ്യാ വർധനവിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഹൈ പവേർഡ് കമ്മിറ്റി നിയോഗിക്കും എന്ന് പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ജനസംഖ്യാ വർധനവിനെ കുറിച്ച് പഠിക്കാൻ. എന്താണ് ഈ ജനസംഖ്യാ വർധനവിനെ കുറിച്ച് ഇപ്പൊ പഠിക്കാൻ ഒരു കാരണം? നമുക്കറിയാം 2023 ഇന്ത്യ ആദ്യമായി ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് വന്നു അല്ലേ?
ലോകരാജ്യങ്ങളിൽ ഇന്ത്യ ജനസംഖ്യയിൽ ആദ്യമായിട്ടാണ് ഒന്നാമതെത്തുന്നത്. അത് 2023 നിലവിൽ 1.42 ബില്യൺ ആണ് ഇന്ത്യയുടെ ജനസംഖ്യ അല്ലേ. അപ്പൊ നമ്മൾ ഒന്നാമതെത്തി. തൊട്ടു പിറകെ ചൈന എന്ത് ചെയ്തു, നമ്മളെ ഓവർകം ചെയ്തു, അതൊക്കെ നമുക്കറിയാം. ശരി, അപ്പൊ ലോകരാജ്യങ്ങളിൽ ഇന്ത്യ ജനസംഖ്യയിൽ ആദ്യമായിട്ട് ഒന്നാമതെത്തിയ വർഷമാണ് 2023. അപ്പൊ ഈ ജനസംഖ്യാ വർധന, ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പോപ്പുലേഷൻ ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ പോപ്പുലേഷൻ എങ്ങനെ നമുക്ക് ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഇവരെ എങ്ങനെയാണ് രാജ്യം പരിചരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇനി ഈ വളർന്നു വരുന്ന ആൾക്കാർക്ക് എന്താണ്, നല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, അവരുടെ ആഹാരം, ഇതെല്ലാം ഇനി മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി ഈ യുവാക്കളെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒരു ഹൈ പവേർഡ് കമ്മിറ്റി നിയോഗിക്കുമെന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അമൃത്കാൽ പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബജറ്റ് കുറെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ പദ്ധതികളുടെയൊക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, ഈ 4 എണ്ണം ഒന്ന് നോക്കിയേ. ഒന്ന് സുസ്ഥിര വികസനം. ഓക്കെ, സുസ്ഥിര വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2070 ഇന്ത്യ കാർബൺ ന്യൂട്രൽ ആവും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരപ്പുറ സൗരോർജ പദ്ധതികൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ, നിങ്ങൾ ഈ ലക്ഷ്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കൂ. സുസ്ഥിര വികസനം, അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, പാർപ്പിടം, ടൂറിസം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം, അതുപോലെ കൃഷി, ഭക്ഷ്യ സംരക്ഷണം. കാര്യം നമ്മൾ അന്നദാത, അവർക്ക് ഊന്നൽ നൽകുന്നു, കർഷകർക്ക് ഊന്നൽ നൽകുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ കൃഷി, ഭക്ഷ്യ സംസ്കരണത്തിന് ഊന്നൽ നൽകുന്നുണ്ട്. സുസ്ഥിര വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, പാർപ്പിടം, ടൂറിസം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് അല്ലെങ്കിൽ പദ്ധതികൾ നമ്മൾ ഇനി പഠിക്കും. അന്നേരം ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന പദ്ധതികൾ കൊണ്ടുവന്നത് എന്ന് മനസ്സിൽ വേണം. നോക്കിക്കോ, നമുക്ക് പറയാം. വികസിത ഇന്ത്യ 2040 കൂടി ഒരു വികസിത ഭാരതത്തെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്ലേ. അപ്പൊ അതിനായിട്ട് കുറെ പദ്ധതികൾ കൊണ്ടുവന്നു. അങ്ങനെയുള്ള പ്രധാന പദ്ധതികളെ കുറിച്ച് ഒരു എക്സാമിന് ചോദിക്കാൻ പറ്റുന്നത് പോലെയുള്ള പ്രധാന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ആദ്യം പറയുന്നത് PM ഗതിശക്തിക്ക് കീഴില് 3 പ്രധാന സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ. PM ഗതിശക്തിക്ക് കീഴിലായിട്ട് 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾ ഏതൊക്കെയാണ്? ഊർജ, ധാതു, സിമന്റ് ഇടനാഴി ഒന്ന്, അതുപോലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴി, അതുപോലെ ഉയർന്ന ഗതാഗത സാന്ദ്രത ഇടനാഴി. അങ്ങനെ 3 സാമ്പത്തിക ഇടനാഴികൾക്ക് രൂപം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. PM ഗതിശക്തിക്ക് കീഴിൽ 3 പ്രധാന സാമ്പത്തിക ഇടനാഴി പദ്ധതികൾ: ഊർജ, ധാതു, സിമന്റ് ഇടനാഴി, അതുപോലെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഉയർന്ന ഗതാഗത സാന്ദ്രത ഇടനാഴി. ഓക്കെയാണ്. ഈ 3 കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി അടുത്ത് നമ്മുടെ ആരോഗ്യമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. 9 മുതൽ 14 വയസ്സ് വരെയുള്ള എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് മുതൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണ് 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ യജ്ഞം പ്രഖ്യാപിച്ചു. അപ്പൊ നിങ്ങൾ പറയും, ക്യാൻസറിനെ തടയാൻ വാക്സിനോ, ഇതെന്തുവാണ്, ഇതെന്തോ പുതിയ സെറ്റപ്പ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നോക്കിക്കോ, ഗർഭാശയമുഖ ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ എന്നാണ് പറഞ്ഞത്. സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മറ്റ് ക്യാൻസറുകളെ പോലെ അല്ല, പിന്നെ എന്താ, അണുബാധ കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ടാണ് അണുബാധ കൊണ്ടാണ്, രോഗാണുബാധ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്, ഈ സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത ഉണ്ടാവുന്നത്. ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അണുബാധ ഉണ്ടായി, ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു രോഗം നമുക്ക് പിടിപെടുന്നത്. അങ്ങനെയാണ്, കുറച്ച് സമയം എടുത്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, ഈ ഒരു വാക്സിനേഷൻ 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സിനേഷൻ യജ്ഞം പ്രഖ്യാപിച്ചു. ഇവിടെ മറ്റ് ക്യാൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി അണുബാധയാണ് സെർവിക്കൽ ക്യാൻസറിന് കാരണം. ഏത് രോഗാണുവാണ് നോക്കിക്കോ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് സെർവിക്കൽ ക്യാൻസറിന് മുഖ്യ കാരണമാകുന്ന
രോഗാണു എന്ന് വെച്ചാൽ അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇപ്പൊ ഈ സെർവിക്കൽ ക്യാൻസറിന് എടുക്കേണ്ടത് ഏത് വാക്സിനാണ്? ഈ HPV വാക്സിനാണ് എടുക്കേണ്ടത് കേട്ടോ. എന്താ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കാരണമാണ് മെയിനായിട്ട് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത്. അപ്പം ഈ സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞം 2024 കേന്ദ്ര ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് അതുപോലെ വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോർട്ടൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ? യുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടൽ. അപ്പൊ ഈ പോർട്ടലിന്റെ പേര് പഠിച്ചു വെക്കുക. യുവിൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് യുവിൻ പോർട്ടൽ. ഓക്കെ, ശരി. ഇനി അടുത്ത് നോക്കാം. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എല്ലാ ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും സഹായികൾക്കും ആരോഗ്യ പരിരക്ഷ, ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ? ഓക്കെ, അപ്പൊ ശരി. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം, അപ്പൊ ഇത് നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് മഹിളായെയും സ്ത്രീകൾക്ക് ഊന്നൽ നൽകുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ആശാവർക്കർമാർക്ക്, അങ്കണവാടി ജീവനക്കാർക്കും സഹായികൾക്കും എല്ലാം എന്ത് ചെയ്യുവാണ്? ആരോഗ്യ പരിരക്ഷ. ഓക്കെ, അപ്പം ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എല്ലാ ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും സഹായികൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ഓക്കെ, ക്ലിയർ. ഇനി ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പു നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്താണെന്ന് അറിയാമോ? മിഷൻ ഇന്ദ്രധനുഷ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും, ഓക്കെ, ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പു നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. ഇത് മുന്നേ ഉള്ള പദ്ധതിയാണ്. ഈ പദ്ധതികളെ കൂടുതൽ പുഷ് ചെയ്യുമെന്നാണ് പറയുന്നത്, പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പു നൽകുന്ന കേന്ദ്ര പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. അതൊന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തത്, മെച്ചപ്പെട്ട പോഷകാഹാര വിതരണത്തിനും ശൈശവ പരിചരണത്തിനുമായി സക്ഷം അങ്കണവാടി അതുപോലെ പോഷൻ 2.0 എന്നീ പദ്ധതികൾക്ക് എന്താണ് കൂടുതൽ പ്രോത്സാഹനം നൽകും. മനസ്സിലായോ? മെച്ചപ്പെട്ട പോഷകാഹാര വിതരണത്തിനും ശൈശവ പരിചരണത്തിനുമായിട്ടുള്ള പദ്ധതികളാണ് സക്ഷം അങ്കണവാടി അതുപോലെ പോഷൻ 2.0. ഓക്കെ, ശരി. അപ്പൊ അതവിടെ ഓർത്ത് വെച്ചേക്കുക. മെച്ചപ്പെട്ട പോഷകാഹാര വിതരണത്തിനും ശൈശവ പരിചരണത്തിനും സക്ഷം അങ്കണവാടി, പോഷൻ 2.0 എന്നീ പദ്ധതികൾ എന്ന് പറഞ്ഞാലേ നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP നിർദ്ദേശക തത്വങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കൂലേ? ആർട്ടിക്കിൾ 45 പറയുന്നു 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സംരക്ഷണം, ശൈശവ പരിചരണം അല്ലേ? അപ്പോൾ അത് നമ്മുടെ രാജ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ കൂടുതൽ പദ്ധതികൾ വരും. ഓക്കെ, സക്ഷം അങ്കണവാടി, പോഷൻ 2.0 ഇതൊക്കെ എന്തുവാണ്? ശൈശവ പരിചരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ്. പോഷകാഹാരം അതുപോലെ മെച്ചപ്പെട്ട പോഷകാഹാര വിതരണം, ശൈശവ പരിചരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സക്ഷം അങ്കണവാടി, പോഷൻ 2.0 ഒക്കെ. അതവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത്, കടൽ സമ്പദ് വ്യവസ്ഥ, കടൽ വിഭവങ്ങൾ എന്നിവയുടെ പുനഃസ്ഥാപനത്തിനും വികസനത്തിനുമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബ്ലൂ ഇക്കോണമി 2.0. ബ്ലൂ ഇക്കോണമി 2.0 എന്താണ്? കടൽ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ സമുദ്ര സമ്പദ് വ്യവസ്ഥ അതുപോലെ കടൽ വിഭവങ്ങൾ എന്നിവയുടെ പുനഃസ്ഥാപനത്തിനും വികസനത്തിനുമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബ്ലൂ ഇക്കോണമി 2.0. ഓക്കെ, ഇനി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി ഇരട്ടിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നു, പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. PM മത്സ്യസമ്പദ് യോജന. എന്തിനാണ്? മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ, അതുപോലെ കയറ്റുമതി ഇരട്ടിപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ വേണ്ടി, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഇതിനായിട്ട് 5 ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും പറയുന്നുണ്ട് ബജറ്റിൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും കയറ്റുമതി ഇരട്ടിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഓർത്തു വെച്ചേക്കുക. അടുത്ത് നോക്കാം. പുരപ്പുറ സൗരോർജവൽക്കരണത്തിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ഉറപ്പാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? പുരപ്പുറ സൗരോർജവൽക്കരണത്തിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതി ഉറപ്പാക്കും. ഓക്കെ, എന്തുവാ?
അവിടെ ഒരു പദ്ധതിയുടെ കാര്യം വരുന്നുണ്ട്. ഈ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് PM സൂര്യോദയ യോജന, പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ സംവിധാനം. നമ്മൾ കേരളത്തിലെ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി എന്ന് പറഞ്ഞിട്ട് സൗര തേജസ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ കേന്ദ്രത്തിൻ്റെതാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഓക്കെ, പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ സംവിധാനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഈ സൗരോർജ്ജം തന്നെ ഇവർക്ക് വിൽക്കുകയും ചെയ്യാം, അങ്ങനെ ഇവർക്ക് ഏൺ ചെയ്യാം. അതുപോലെ ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ട് 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ശരി, ക്ലിയർ ആണ്. ഇനി അടുത്തത്, പിന്നെ ഈ പുരപ്പുറ സൗരോർജ്ജ പദ്ധതി എന്ന് പറയുമ്പോൾ സുസ്ഥിര വികസനവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? നമ്മളൊരു പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, പ്രധാനമന്ത്രി ആവാസ് യോജന എന്താണ്? എല്ലാവർക്കും പാർപ്പിടം. നമ്മൾ പറഞ്ഞില്ലേ, പാർപ്പിടം ഉറപ്പാക്കും, ആരോഗ്യം ഉറപ്പാക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞില്ലേ, ലക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ അവിടെ ഓർക്കുക, എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ PMAYG ഗ്രാമീൺ ആരംഭിച്ചത് 2014 ഈ പദ്ധതി പ്രകാരം 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കും. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ആരംഭിച്ചത് 2016 ഏപ്രിൽ 1 അപ്പൊ ഈ പദ്ധതി എന്തിനിപ്പോ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു പദ്ധതി പ്രകാരം 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് ആര് പറഞ്ഞു? ഈ കേന്ദ്ര ബജറ്റിൽ പറയുന്നുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ, സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് ഓക്കെ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മൈക്രോ ലെവൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടല്ലോ, ഈ സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ഈ നമ്മുടെ ബജറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിന് PM ജൻമൻ യോജന. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ജോഗ്രഫിക്കൽ ഇൻക്ലൂസിവിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പ്രാധാന്യം കൊടുക്കും അവരുടെ വികസനത്തിന്. അപ്പൊ അവിടെ കൂടുതൽ താമസിക്കുന്നത് ട്രൈബ്സ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിന് PM ജൻമൻ യോജന. ഓക്കെ, PM ജൻമൻ യോജന ഓർത്തു വെച്ചേക്കുക. അടുത്ത നോക്കാം, സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതി. എന്തുവാണ്? സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നൈപുണ്യ പരിശീലന പദ്ധതി, നൈപുണ്യ വികസന പദ്ധതിയാണ് ലഖ്പതി ദീദി. ഒരു മലയാളം പത്രത്തിൽ കണ്ടു, ലക്ഷാധിപതിയായ ചേച്ചി. ഓക്കെ, ലഖ്പതി ദീദിയാണ്. പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ വരുമാനം നേടാൻ പറ്റുന്ന രീതിയിൽ സ്ത്രീകളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നൈപുണ്യ പരിശീലന പദ്ധതിയാണ് ലഖ്പതി ദീദി. ആ ചേച്ചിന്നൊന്നും പഠിക്കണ്ടേ, ഈ ലഖ്പതി ദീദി ജസ്റ്റ് ഒന്ന് കേട്ടു വെച്ചിരുന്നാൽ മതി. കാര്യം എന്താണ്? ലക്ഷങ്ങൾ, 1 ലക്ഷം രൂപ വരെ ഒരു വർഷത്തിൽ വരുമാനം നേടാൻ പറ്റും ഈ നൈപുണ്യ വികസന പദ്ധതിയിലൂടെ. എന്തെങ്കിലും ഒരു സ്കിൽ അക്വയർ ചെയ്ത് അത് വെച്ചിട്ട് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ വരെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പറഞ്ഞത്. പദ്ധതി പ്രഖ്യാപിച്ചതെന്നാണ് 2023 അല്ലേ? ഈ 2023 പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പൊ 2024 ഈ പദ്ധതി ലഖ്പതി ദീദി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബജറ്റില്. ഓക്കെ,
ഇനി അടുത്തത് ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇത്രയും നേരം പറഞ്ഞതും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇത് നോക്കിക്കോളൂ. ഒരു രൂപയുടെ വരവും ചെലവും, നമുക്കറിയാം നമ്മുടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകളുടെ രേഖയാണ് അല്ലേ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 112. അതൊക്കെ നമുക്ക് അറിയാം. ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ ചെലവ് വരവ്, നമ്മുടെ ചെലവ് ഒരു രൂപ എടുത്താൽ അതിൽ നമ്മുടെ ചെലവിനെ എങ്ങനെ വീതിക്കാം, വരവ് എങ്ങനെ വീതിക്കാം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തെ പൊതുവരുമാനം എന്ന് പറയും. ഗവൺമെന്റ് ചെലവാക്കുന്നതിനെ പൊതു ചെലവ് എന്ന് പറയും അല്ലേ. ഇനി ഇത് തികയാതെ വരുന്ന സമയത്ത് വരുമാനം കുറവാണ്, ചെലവ് കൂടുതലാണ്, അപ്പൊ അതെന്താണ്? അതൊരു കമ്മി ബജറ്റായി. അപ്പൊ ഈ കമ്മി ബജറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? കടം മേടിക്കും. അങ്ങനെ കടം മേടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയുന്നത്. ശരി, ഇവിടെ നോക്കിക്കോ. അപ്പം അങ്ങനെ കടം മേടിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ കടമാണ്, പൊതു കടം. ശരി, ഇവിടെ നോക്കിക്കോ. വരവ്, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്? നോക്കിയേ, വായ്പയും ബാധ്യതകളും. ഇവിടെ നിന്നാണ്. ലോൺ അല്ല, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ലോൺ എടുത്തിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. അതാണ് നമ്മുടെ ആ ഒരു സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം നോക്കുവാണ്, വരുമാനത്തിൽ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലോൺ എടുത്ത പൈസയാണ്. മനസ്സിലായോ? ഇനി അടുത്തത് ആദായ നികുതി 19% വരുന്നുള്ളൂ. ആദായ നികുതി അതും കഴിഞ്ഞിട്ടേ GST വരുന്നുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതലുള്ള ആ ഒരു ലാർജസ്റ്റ് ഐറ്റം ഏതാണ്? വായ്പകളും ബാധ്യതകളുമാണ്. ശരി, ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും എന്ന് പറയില്ലേ. അപ്പൊ ഈ ബാധ്യതയാണ് ഇതിലെ ഏറ്റവും വലിയ ഐറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ചെലവ്. അപ്പൊ ഈ ഏറ്റവും വലുത് പഠിച്ചു വെച്ചാൽ മതി. വായ്പയും ബാധ്യതകളും ആണ് 28%. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കാനുള്ള പോയിന്റ്. ഇനി ചെലവിന്റെ കാര്യം നോക്കുവാണെങ്കിലോ, ചെലവിൽ ഏറ്റവും വലിയ ഐറ്റം ഏതാണ്? സിംഗിൾ ലാർജസ്റ്റ്. ഇവിടെ 2 ഉണ്ടല്ലേ ഒരേ ശതമാനം വരുന്ന. 20% വായ്പ തിരിച്ചടവും അതുപോലെ നികുതി ചുങ്കം സംസ്ഥാന വിഹിതം. വായ്പ തിരിച്ചടവ്. അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരവ് എവിടെ നിന്നാണ്? വായ്പ എടുക്കുന്ന വരവാണ്. ചെലവെന്താ? ഏറ്റവും വലിയ ചെലവെന്താ? ഈ എടുത്ത വായ്പ തിരിച്ചടയ്ക്കണ്ടേ, അതാണ് ഏറ്റവും വലിയ ചെലവ്. അപ്പൊ അത് പറഞ്ഞ ക്ലിയർ ആണ്, ഓർത്തു വെക്കാൻ ഒന്നുമില്ല. വായ്പ എടുത്തതാണ് ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞത്. ചെലവെന്താ? ഈ വായ്പ തിരിച്ചടവാണ്. അതുപോലെ ഒന്നും കൂടെ ഉണ്ട്, നികുതി ചുങ്കം സംസ്ഥാന വിഹിതം. സംസ്ഥാന വിഹിതം ഇല്ലേ, സംസ്ഥാന വിഹിതം അതുപോലെ വായ്പ തിരിച്ചടവ്, ഇത് രണ്ടും ഒരേ ശതമാനം, 20% വീതമാണ്. അപ്പൊ അതവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക, ഇത് രണ്ടും ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് ബജറ്റിലെ വരുമാന കണക്കുകൾ കൂടുതൽ. ഇത് ഏറ്റവും കൂടുതൽ ഏതായിരുന്നു എന്ന് നമ്മൾ അപ്പുറത്ത് ആ ഫോട്ടോ കണ്ട്, നമ്മൾ ഗ്രാഫ് കണ്ട് നമ്മൾ പഠിച്ചില്ലേ. വായ്പയും ബാധ്യതകളും അല്ലേ, കടം വാങ്ങലുകളും മറ്റു ബാധ്യതകളും എത്രയാണ്? 28%. ഇനി ബജറ്റിലെ ചെലവ് കണക്കുകൾ കൂടുതൽ. ചെലവ് ഏറ്റവും കൂടുതൽ എന്തിനാ നമ്മൾ ചെലവാക്കിയത്? വായ്പ തിരിച്ചടവ്. അതുപോലെ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതങ്ങളും തീരുവകളും 20% വീതം. എത്ര ശതമാനം? 20% വീതം. ശരി, മനസ്സിലായി. വായ്പ തിരിച്ചടവ് അതുപോലെ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതങ്ങളും തീരുവകളുമാണ് ചെലവില് ഏറ്റവും വലിയ ഐറ്റംസ് എന്ന് പറയുന്നത്. വരുമാനത്തിൽ ഏറ്റവും വലിയ ഐറ്റം നമ്മൾ പറഞ്ഞു കടം വാങ്ങലാണ്. ബോറോയിങ്സ്. ശരി, അടുത്തത് 2024-25 ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഏത് മന്ത്രാലയത്തിനാണെന്നറിയാമോ? പ്രതിരോധ മന്ത്രാലയത്തിനാണ്. 2024-25 ഇടക്കാല ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഇടക്കാല ബജറ്റിനാണ്, ഓർത്തു വെച്ചേക്കുക. അതുപോലെ 2024-25 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമായിട്ട് കുറയുമെന്നാണ് പ്രഖ്യാപിച്ചത്? 5.1%. 2024-25 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDPയുടെ 5.1% കുറയ്ക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, 2025-26 ധനക്കമ്മി GDPയുടെ 4.5% ആക്കി കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ഓർത്തു വയ്ക്കാം. 2024-25 നമ്മുടെ
പ്രതീക്ഷിത ധനക്കമ്മി 5.1%, GDP-യുടെ 5.1%. 2025-26 ധനക്കമ്മി GDP-യുടെ 4.5% കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞു പോയ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മളിങ്ങനെ സ്ലൈഡ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ, എല്ലാം ക്ലിയർ ആണോ എന്ന് ഒന്നും കൂടെ ആലോചിച്ച് നോക്കാൻ ഒരു അവസരം തരാം. ഓക്കെ, ശരി. അപ്പോൾ 2024 ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചു. ഇടക്കാല ബജറ്റ് അല്ലെങ്കിൽ ഇന്ററിം ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് അല്ലേ. ഓക്കെ, 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസം ഈ ബജറ്റ് വാലിഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേക്കും സമ്പൂർണ്ണ ബജറ്റ്, ഫുൾ ബജറ്റ് അവതരിപ്പിക്കും. ഓക്കെ അല്ലേ, അടുത്ത ഗവൺമെന്റ്. ഇനി ആരാണ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ അല്ലേ. ഓക്കെ, ശരി. ഇനി അടുത്തത് വികസിത് ഭാരത്. 2047 വികസിത് ഭാരതം എന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വികസിത് ഭാരത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡെവലപ്മെന്റ് മന്ത്രാസ് അവിടെ ഓർത്തു വെക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ 2 ടേംസ് ആണ് ജോഗ്രഫിക്കൽ ഇൻക്ലൂസിവിറ്റിയും സോഷ്യൽ ഇൻക്ലൂസിവിറ്റിയും. ഇതിനെക്കുറിച്ച് നമ്മുടെ ബജറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് വികസിത ഭാരതം നേടിയെടുക്കാൻ വേണ്ടി കർത്തവ്യകാലിന് രൂപം കൊടുത്തു. കർത്തവ്യകാലം എന്ന് പറഞ്ഞാൽ അമൃതകാലത്തിന് പകരം അമൃതകാലിൽ നിന്ന് കർത്തവ്യകാലിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ രൂപം കൊടുത്തിട്ടുണ്ട്. കർത്തവ്യകാലം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കർത്തവ്യകാലം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇനി വരുന്ന 25 വർഷക്കാലം അങ്ങനെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഈ വികസിത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശരി. ഇനി 4 മേഖലകൾക്ക് ഊന്നൽ നൽകുന്നു. ഗരീബ്, മഹിളായേം, യുവ്, അന്നദാത. പാവങ്ങൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക്, കർഷകർക്ക് ഊന്നൽ നൽകുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളും ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹൈ പവേർഡ് കമ്മിറ്റി, ജനസംഖ്യാ വർധനവിനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും ഒരു ഹൈ പവേർഡ് കമ്മിറ്റി നിയമിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ അമൃതകാൽ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം. ഇവിടെ ആ പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയൊക്കെ ഇല്ലേ, PM സൂര്യോദയൊക്കെ ഇല്ലേ, ഇതിവിടെ ഓർത്തു വെക്കണേ. ഇനി അടിസ്ഥാന സൗകര്യങ്ങളുടെ നിക്ഷേപം, അതുപോലെ ആരോഗ്യം, പാർപ്പിടം, ടൂറിസം എന്നിവ, കൃഷി, ഭക്ഷ്യ സംസ്കരണം ഒക്കെ അവിടെ ഓർത്തു വെക്കുക. കൃഷി, ഭക്ഷ്യ സംസ്കരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂ ഇക്കോണമി ഒക്കെ ഇവിടെ ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ശരി. അതിന് നോക്കിക്കോ. സാമ്പത്തിക ഇടനാഴികൾ, 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾക്ക് രൂപം കൊടുക്കും. അതുപോലെ തന്നെ വാക്സിനേഷൻ യജ്ഞം, സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് യുവിൻ എന്ന് പറയുന്ന പോർട്ടൽ, വാക്സിൻ ഏകീകരിക്കാൻ അല്ലെങ്കിൽ വാക്സിൻ ഏകോപനം നടത്താൻ, രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കാനും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനും ഉള്ള പോർട്ടലാണ് യുവിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആശാ വർക്കേഴ്സിന് എന്ത് ചെയ്യും? ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും, ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പാക്കും. ഇനി അതുപോലെ മിഷൻ ഇന്ദ്രധനുഷ് ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. അതുപോലെ സക്ഷം അങ്കണവാടി, പോഷൻ 2.0 ഒക്കെ എന്താ, ശൈശവ പരിചരണത്തിന്, പോഷകാഹാര വിതരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികളാണ്. ഇനി ബ്ലൂ ഇക്കോണമി എന്താ? സമുദ്ര സമ്പദ് വ്യവസ്ഥ, കടൽ വിഭവങ്ങളുടെ പുനഃസ്ഥാപനം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. ഇനി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിനായിട്ട് അക്വാ പാർക്ക്, ഇന്റഗ്രേറ്റഡ് അക്വാ പാർക്സ് സ്ഥാപിക്കും. ഓക്കെ, ഇനി അടുത്തത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന, ഇന്ത്യയിലെ 1 കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി, അതാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ഓക്കെ, ഇനി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം 2 കോടി വീടുകൾ കൂടെ നിർമ്മിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ പ്രധാനമന്ത്രി മുദ്ര യോജന എന്താണ്? ചെറുകിട സംരംഭകർക്ക് വായ്പ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. അതുപോലെ PM ജന്മൻ യോജന ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് ലഘുപതി ദീദി, അതാർക്കാണ്? സ്വയം സഹായ സംഘങ്ങളിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള നൈപുണ്യ വികസന പദ്ധതിയാണ് ലഘുപതി ദീദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വരവ് കിട്ടുന്നത്, പാവല്ലേ, നമ്മൾ വായ്പ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ചെലവോ? ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ചെലവ്. ഓക്കെ,
ഇനി അടുത്തത് ഓക്കെ, അത് നമ്മൾ പറഞ്ഞതാ. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഏത് മന്ത്രാലയത്തിനാണ്? പ്രതിരോധ മന്ത്രാലയത്തിനാണ്. ഓക്കെ, ഇനി 2024-25 സാമ്പത്തിക വർഷത്തിൽ GDP എത്ര ശതമാനമായി കുറയ്ക്കുമെന്ന്? 5.1%. ഓക്കെ, അതിന്റെ അടുത്ത സാമ്പത്തിക വർഷം 2025-26 GDP 4.5% താഴെയാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എന്തായാലും കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ കമന്റ് ചെയ്താലേ പറ്റൂ. പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? പിന്നെ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എന്താണ് അടുത്തിനി നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് വേണ്ടത്? ഞാൻ യൂട്യൂബിൽ ഇനി അങ്ങോട്ടും ക്ലാസ്സുകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ക്ലാസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്ന് അവിടെ കമന്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾ അവാർഡിന്റെ ക്ലാസ് ഒക്കെ വേണം, കേരളത്തിലേക്ക് സാഹിത്യ അവാർഡുകളൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിരുന്ന കമന്റ് ഞാൻ കണ്ടു. കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് അടുത്ത ടോപ്പിക്, ഏതാണ് ക്ലാസ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ക്ലാസ് ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. Thank you so much. Happy learning. Ta-ta.